എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളെയും കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന A.O. ഹ്യൂം അക്കാലത്തെ വൈസ്രോയി ലോർഡ് ഡഫറിൻ പ്രഭുവിൻ്റെ പിന്തുണയോടെ 1885 സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആദ്യ സമ്മേളനത്തിൽ ദാദാഭായ് നവറോജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പേര് മാറ്റിയത്. ആദ്യകാലത്ത് മിതവാദ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഈ പ്രസ്ഥാനം പിന്നീട് മഹാത്മാഗാന്ധിയുടെ വരവോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ നയിക്കുന്ന ശക്തമായ ബഹുജന പ്രസ്ഥാനമായി മാറിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ബോംബെയിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം ആദ്യം പൂനെയിൽ നിശ്ചയിച്ചിരുന്നെങ്കിലും അവിടെ കോളറ പ്ലേഗ് രോഗബാധയെ തുടർന്ന് 1885 ഡിസംബർ 28 മുതൽ 31 വരെ ഇപ്പോഴത്തെ മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഡെലിഗേറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? 72. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഡെലിഗേറ്റുകൾ 72 ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ദിൻഷാ വാച്ച തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. മദ്രാസ് മഹാജനസഭയെ പ്രതിനിധീകരിച്ച് ജി സുബ്രഹ്മണ്യ അയ്യർ, എം വീരരാഘവാചാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജി, വോമേഷ് ചന്ദ്ര ബാനർജി. W.C. ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. 1885 ബോംബെ INC സമ്മേളനത്തിൻ്റെയും 1892 അലഹബാദ് സമ്മേളനത്തിൻ്റെയും അധ്യക്ഷനായിരുന്നു വോമേഷ് ചന്ദ്ര ബാനർജി. 1897 അമരാവതി സമ്മേളനത്തിലൂടെ കോൺഗ്രസ് അധ്യക്ഷനാകുന്ന ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായരുമാണ്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാര്? ബാലഗംഗാധര തിലക്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനായിരുന്നു. ലോകമാന്യ തിലക് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോളാണ്. കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗം നേതാവും ലാൽ ബാൽ പാൽ ത്രയങ്ങളിൽ ഒരാളുമായിരുന്ന ബാലഗംഗാധര തിലക് കേസരി മറാത്ത പത്രങ്ങളുടെ സ്ഥാപകനുമാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷമേത്? 1905 ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. 1905 ജൂലൈ 20 പ്രഖ്യാപിച്ച ബംഗാൾ വിഭജനത്തിലൂടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാളിലെ ഐക്യം തകർക്കാൻ ബ്രിട്ടീഷുകാർ ലക്ഷ്യമിട്ടപ്പോൾ അതിനെതിരെ 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയും ഒക്ടോബർ 16 ജനങ്ങൾ പരസ്പരം രാഖി അണിഞ്ഞ് ഐക്യം പ്രഖ്യാപിക്കുകയും വന്ദേ മാതരം മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമാർ സോനാർ ബംഗ്ല പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറുകയും ചെയ്തു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ലോർഡ് കഴ്സൺ. ലോർഡ് കഴ്സൺ ആയിരുന്നു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി. 1899 മുതൽ 1905 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ഭരണ സൗകര്യത്തിനായി എന്ന കാരണം പറഞ്ഞ് വിസ്തൃതിയേറിയ ബംഗാൾ പ്രവിശ്യ വിഭജിച്ച് ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം എന്ന പുതിയ പ്രവിശ്യ രൂപീകരിച്ചെങ്കിലും കടുത്ത ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 1911 ഹാർഡിഞ്ച് പ്രഭുവിന്റെ കാലത്ത് അത് ഔദ്യോഗികമായി റദ്ദാക്കുകയുണ്ടായി. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ബാലഗംഗാധര തിലകും ആനി ബസന്റും. ബാലഗംഗാധര തിലകിന്റെയും ആനി ബസന്റിന്റെയും നേതൃത്വത്തിലായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചത്. അയർലൻഡിന്റെ മാതൃകയിൽ 1916 ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1916 ഏപ്രിലിൽ പൂനെ കേന്ദ്രീകരിച്ച് മഹാരാഷ്ട്ര, കർണാടക, സെൻട്രൽ പ്രവിശ്യകൾ, ബരാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ബാലഗംഗാധര തിലകും 1916 സെപ്റ്റംബറിൽ മദ്രാസ്, അടയാർ കേന്ദ്രീകരിച്ച് ആനി ബസന്റും ബാക്കി ഇന്ത്യ മുഴുവനും ഈ ലീഗ് ആരംഭിച്ചപ്പോൾ S. സുബ്രഹ്മണ്യ അയ്യർ, CP രാമസ്വാമി അയ്യർ എന്നിവരും ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങളുടെ ഉടമയായ ആനി ബസന്റും ഇതിന്റെ പ്രധാന നേതാക്കളായി പ്രവർത്തിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത്? 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ
റൗലറ്റ് നിയമത്തിനെതിരെയും നേതാക്കളുടെ അറസ്റ്റിനെതിരെയും സമാധാനപരമായി പ്രതിഷേധിച്ച ജനക്കൂട്ടത്തിന് നേരെ ജനറൽ റെജിനാൾഡ് ഡയർ നടത്തിയ വെടിവെപ്പിൽ മനംനൊന്ത് രവീന്ദ്രനാഥ് ടാഗോർ തന്റെ നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിക്കുകയുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചപ്പോൾ ഇതിന് ഉത്തരവാദിയായ മൈക്കിൾ ഒ ഡ്വയറിനെ 1940 മാർച്ച് 13 ലണ്ടനിൽ വെച്ച് ഉദ്ധം സിംഗ് വധിക്കുകയാണുണ്ടായത്. മഹാത്മാഗാന്ധി നയിച്ച ആദ്യത്തെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷമേത്? 1920. മഹാത്മാഗാന്ധി നയിച്ച ആദ്യത്തെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഓഗസ്റ്റ് 1 ആരംഭിച്ചത്. ഖിലാഫ് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുക, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നീതി ഉറപ്പാക്കുക, സ്വരാജ് നേടിയെടുക്കുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലുണ്ടായ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1922 ഫെബ്രുവരി 5 ഗാന്ധിജി സമരം പിൻവലിച്ചു. കൂടാതെ നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ സംയുക്ത മുന്നേറ്റം 1921 മലബാർ കലാപത്തിനും കാരണമായി. ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷമേത്? 1930 മാർച്ച് 12. 1930 മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് 1930 മാർച്ച് 12 ഗാന്ധിജിയും 78 അനുയായികളും ചേർന്ന് 241 മൈൽ അകലെയുള്ള ദണ്ഡി ലക്ഷ്യമാക്കി ആരംഭിച്ച ഉപ്പു സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ആരംഭിച്ചത്. 24 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കി. 1930 ഏപ്രിൽ 6 ദണ്ഡിയിലെത്തിയ അവർ ഉപ്പു നിയമം ലംഘിച്ചു. കേരളത്തിൽ 1930 ഏപ്രിൽ 13 കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയാണ് ഇത് ആരംഭിച്ചത്. പയ്യന്നൂർ ആയിരുന്നു പ്രധാന കേന്ദ്രം. ക്വിറ്റ് ഇന്ത്യ സമരം ആഹ്വാനം ചെയ്ത വർഷമേത്? 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആഹ്വാനം ചെയ്തത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ AICCയുടെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ശക്തമായ ആഹ്വാനത്തിലൂടെയാണ് ഗാന്ധിജി ഈ സമരത്തിന് തുടക്കം കുറിച്ചത്. സമരം ആഹ്വാനം ചെയ്ത് മണിക്കൂറുകൾക്കകം ഗാന്ധിജി ഉൾപ്പെടെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെയെല്ലാം ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു. ഗാന്ധിജിയെ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് തടവിലാക്കിയത്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ജനപ്രിയമാക്കിയതാരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയത്. ഈ മുദ്രാവാക്യം സൃഷ്ടിച്ചത് പ്രശസ്ത ഉറുദു കവിയും സ്വതന്ത്ര സമര സേനാനിയുമായ മൗലാന ഹസ്രത്ത് മൊഹാനിയാണ്. 1920കളുടെ അവസാനത്തിൽ ഭഗത് സിംഗും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയുമാണ് ഈ മുദ്രാവാക്യം ഇന്ത്യയൊട്ടാകെ വലിയ തോതിൽ ജനപ്രിയമാക്കിയത്. ഭഗത് സിംഗ് ഉൾപ്പെട്ട ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRAയുടെ ഔദ്യോഗിക മുദ്രാവാക്യമായി ഇത് മാറുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചതാര്? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. മോഹൻ സിംഗ് 1942 സിംഗപ്പൂരിൽ രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി 1943 സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത് പുനരുജ്ജീവിപ്പിച്ചു. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പുനർനാമകരണം ചെയ്ത അദ്ദേഹം ഡൽഹി ചലോ മുദ്രാവാക്യം മുഴക്കുകയും ക്യാപ്റ്റൻ ലക്ഷ്മി സഗാളിന്റെ നേതൃത്വത്തിൽ ഝാൻസി റാണി റെജിമെന്റ് എന്ന വനിതാ റെജിമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. കൂടാതെ 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിൽ വെച്ച് അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക സർക്കാർ ആസാദ് ഹിന്ദ് സർക്കാർ രൂപീകരിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് മൗണ്ട് ബാറ്റൻ. ലോർഡ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. 1947 ഓഗസ്റ്റ് 15 മുതൽ 1948 ജൂൺ വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് വിഭജനത്തിനായുള്ള 3rd ജൂൺ പ്ലാൻ തയ്യാറാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ. മൗണ്ട് ബാറ്റന് ശേഷം 1948 പദവി ഏറ്റെടുത്ത സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറലായി. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ ഈ പദവി നിർത്തലാക്കപ്പെടുകയും ആദ്യ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിലവിൽ വരികയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന് താൽക്കാലിക അധ്യക്ഷനായി മുതിർന്ന അംഗമായിരുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷത വഹിച്ചപ്പോൾ
1946 ഡിസംബർ 11 ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. HC മുഖർജി ഉപാധ്യക്ഷനായും BN റാവു ഭരണഘടനാ ഉപദേഷ്ടാവായും പ്രവർത്തിച്ച ഈ സഭയുടെ കരട് സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഇന്ത്യൻ ഭരണഘടനാ ശില്പിയുമാണ് ഡോക്ടർ BR അംബേദ്കർ. സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിനുള്ള പുനഃസംഘടനയ്ക്ക് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ SRC. ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്ന കമ്മീഷനായിരുന്നു സംസ്ഥാന ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്ക് ശുപാർശ ചെയ്ത കമ്മീഷൻ. 1953 ഡിസംബറിൽ രൂപീകരിച്ച ഫസൽ അലി കമ്മീഷൻ അതിൽ അംഗങ്ങളായിരുന്നവർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരായിരുന്നു. 1955 സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയത്. ഇതിനെ തുടർന്ന് 1956 നവംബർ 1 കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇതിനു മുമ്പ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് 1953 ഒക്ടോബർ 1 നിലവിൽ വന്നത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകിയ സംഘടന ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷനായിരുന്നു ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകിയ സംഘടന. 1950 മാർച്ച് 15 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത്. ഇതിന്റെ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകിയിരുന്നത് 1952 ഓഗസ്റ്റ് 6 രൂപീകരിച്ച ദേശീയ വികസന കൗൺസിൽ NDC ആയിരുന്നു. പിന്നീട് ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുകയും അതിനു പകരമായി 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ പട്ടേൽ 1947 മുതൽ 1950 വരെ ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി സേവനമനുഷ്ഠിച്ച് നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഇന്നത്തെ ഇന്ത്യയുടെ രൂപം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനത്തിന് സമർപ്പിക്കപ്പെട്ടു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.